നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അധിപനായ നിക്കോളാസ് തിരുമേനിയാണ്. നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് നിക്കോളാസ് തിരുമേനിയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട. ഇവിടെ അമേരിക്കയിൽ കഴിഞ്ഞ 15-ാം തീയതി മുതൽ കഴിഞ്ഞ 2 ദിവസമായി ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഭദ്രാസനങ്ങളിൽ ഈ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ ഫാമിലി കോൺഫറൻസ് അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിലും ഇവിടുത്തെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്, മലയാളികളാണ് പങ്കെടുക്കുന്നതിൽ 99%. എങ്കിൽ പോലും ആ ഒരു തനിമയും ആ ഒരു കൾച്ചറും ഒക്കെ നിലനിർത്തി വളരെ ഭംഗിയായി സംഘടിപ്പിച്ച ഒരു ഫാമിലി കോൺഫറൻസാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൺവെൻഷൻ എന്നൊക്കെ പറയും. ഇത് കൺവെൻഷൻ അല്ല, ഇതൊരു ക്യാമ്പ് പോലെയാണ്. ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു 450 പേര് 450 പേര് അവരൊക്കെ പലരും കുടുംബമായിട്ടും ഒക്കെ ഇവിടെ വന്ന് താമസിച്ച് അവർ വളരെ ആ ഒരു ആത്മീയ അന്തരീക്ഷം അത് ചെറുതല്ല. 3 ദിവസം ഫുൾ ഡേ. 15-ാം തീയതി തൊട്ട് 18-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി തീരും. വളരെ നമ്മൾ ഈ വിചാരിക്കുന്നതിലൊക്കെ നമ്മൾ നാട്ടിലിരുന്ന് ഇതൊക്കെ കാണിയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവിടുത്തെ ഒരു ആത്മീയ അന്തരീക്ഷം. ഇതെങ്ങനെയാണ് തിരുമേനി ഇത്രയും നല്ല രീതിയിലൊന്ന് സംഘടിപ്പിക്കാനൊക്കെയുള്ള ആ ഒരു ടീമുണ്ട്. ഇതൊരു എവല്യൂഷനാണ്. കാരണം ഒരു 50 കൊല്ലമായി ഭദ്രാസനം തുടങ്ങിയിട്ട്. 79 അപ്പൊ ഈ 2 കൊല്ലത്തിനകം 50 വർഷം തികയാണ്. അതിനു മുമ്പ് തന്നെ ഫാമിലി കോൺഫറൻസുകൾ ആരംഭിച്ചു. ഇത് ഇവിടുത്തെ ഒരു നീഡ് ബോധ്യപ്പെട്ടത് അന്ന് ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ. അപ്പം ഈ പലപ്പോഴും കൊച്ചു കമ്മ്യൂണിറ്റികൾ അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട അനുഭവത്തിൽ വർഷത്തിലൊരിക്കൽ ഒന്ന് കൂടി വന്ന് കുറച്ച് ദിവസം പങ്കിടുവാനും അപ്പം അതിനൊരു ആത്മീയ തലത്തിൽ നമ്മുടെ ആരാധന പഠനങ്ങൾ, വിശ്വാസ പഠനങ്ങൾ ഇപ്പം ആത്യന്തികമായിട്ട് എല്ലാവരും ഇപ്പം ഇതിൽ ഏറ്റവും ഇത് ഇന്ന് ഉച്ച കഴിയുമ്പം തൊട്ട് ഇതിൻ്റെ മോഡ് മാറും. കാര്യം ഇന്നിനി ഉച്ച നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ധ്യാനവും അതും ഇതും ഒക്കെ ആയിട്ട് മാറി നാളത്തെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴത് കുറഞ്ഞത്, കുമ്പസാരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞതെന്നുള്ളതല്ല. ഒരു സമയത്ത് ഇന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ കുമ്പസാരം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 1 മണി വരെയൊക്കെ ഇവിടെ കുമ്പസാരിക്കാൻ ആളുകളുണ്ടായിരുന്നു. ക്യൂ ആയിരുന്നു. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. ഇപ്പോഴാ നമ്പർ കുറയാനുള്ള കാര്യം കുമ്പസാരത്തിനുള്ള ഉത്സാഹം കുറഞ്ഞതല്ല, അത് റെഗുലറായിട്ട് പള്ളികളിൽ ഇവിടെ കുമ്പസാരം ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ്. അപ്പം നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ നാട്ടിലൊരു പൊതുയോഗ കേന്ദ്രീകൃത വിശുദ്ധ കുമ്പസാരം നടക്കുമ്പോൾ ഇവിടെ ക്രമമായി വിശുദ്ധ കുമ്പസാരവും കുർബാന അനുഭവവും കൂടുതലായി, നാടിനെ തുച്ഛീകരിക്കുകയല്ല, അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഈ കോൺഫറൻസുകളിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഒരു കാര്യമാണ് സ്ഥിരമായിട്ടൊരു കുമ്പസാര പിതാവിനെ കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ഈ ഡോക്ടറുടെ അടുത്ത് പോകുന്ന മാതിരിയാണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്ന അച്ഛൻ എന്നെക്കുറിച്ച് അറിയാം, എൻ്റെ ബലഹീനത അറിയാം, എൻ്റെ ഗുണങ്ങൾ അറിയാം. അപ്പം ഞാനൊരു കാര്യം അച്ഛനോട് പങ്കിടുമ്പോൾ അച്ഛനത് പെട്ടെന്ന് മനസ്സിലാകും. നമുക്കറിയാമല്ലോ, നമ്മൾ ചികിത്സിക്കാൻ പല ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ചികിത്സ ശരിയാകുകയില്ല. അപ്പം ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇത് ഇവോൾവ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുകൂടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചാലോചിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരെണ്ണം വേണോ? കാരണം നമ്മൾ പലതും ആരംഭിക്കുന്നത് ആത്യന്തികമായിട്ട് അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്നതല്ല. അന്ന് ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടന്നിരുന്നിടത്ത് ഇന്ന് നമ്മുടെ റിട്രീറ്റ് സെന്റർ കേന്ദ്രീകരിച്ച് ഒരു വർഷം യുവാക്കളുടെയും വനിതകളുടെയും യുവതികളുടെയും ഒക്കെ ആയിട്ട് ഒരു 6-7 കോൺഫറൻസ് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ കൂടൊപ്പം ഇതും എല്ലാ വർഷവും വേണോ, അതോ ഇത് കുറച്ചുകൂടെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് വേണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നടക്കുകയാണ്. അപ്പം പിന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതൊരു 40-45 വർഷത്തെ പ്രയത്നത്തിന്റെ ഒരു കൾമിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം മക്കാറിയോസ് തിരുമേനിയും ബർണ്ണബാസ് തിരുമേനിയും കടന്നുപോയ പല വൈദിക ശ്രേഷ്ഠരും ഒക്കെ
അധ്വാനത്തിന്റെ ഒരു ഫലത്തിലാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും പറയും അമേരിക്കയിലും വിദേശ നാടുകളിലാണ് സഭ വളരുന്നത്, നാട്ടിൽ സഭ ചുരുങ്ങി വരിക. ഒന്നാമത് നമുക്കറിയാം, ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ കുടിയേറുക, വിദേശങ്ങളിലേക്ക് കുടിയേറുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു സഭ. എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ഒക്കെ വലിയൊരു ഇപ്പം ആത്മീയമായി വളർന്നിട്ടുണ്ടാകാം, അത് ഉണ്ടാകാം. പക്ഷേ ഭൗതികമായി സഭയ്ക്ക് ഇന്നലെ ഞാൻ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള മറ്റ് സഭയുടെ ഏതെല്ലാം തലത്തിൽ നമ്മുടെ ഇവിടുത്തെ ആളുകളെയൊക്കെ നമുക്ക് ചേർത്ത് നിർത്തി അവർക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതിനുള്ള സോഴ്സ് ഇവിടെ തന്നെയുണ്ട്. അത് ഒന്ന് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇന്നലെ ഈ ഫാമിലി കോൺഫറൻസിന് വന്ന ചില ആളുകളുമായി അവരൊക്കെ പങ്കുവച്ചായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താ തിരുമേനിയുടെ? അതിന് ഈ ഇപ്പം നാട്ടിലെ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ നാട്ടിൽ ചെയ്ത പലതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നാട്ടില് ഒരു ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മൾ പുലിക്കോട്ടി തിരുമേനിയുടെ കാലം തൊട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ സഭ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ഒരു സങ്കല്പമൊക്കെ വന്നത്. ഇത് തുടങ്ങുന്ന ഒരു കാലഘട്ടം സഭ ഒരു സുപ്രഭാതത്തിൽ രാവിലെ സ്കൂൾ തുടങ്ങാൻ നിശ്ചയിക്കുകയല്ലായിരുന്നു. ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ വിടവ് സഭ നികത്തുകയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവ്, അഥവാ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ സമൂഹത്തിൽ ചില ഗ്രൂപ്പുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് സഭ അതിലേക്ക് കടന്നു വന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ അൾട്രാ പ്രൈവറ്റ് ലെവലിലുള്ള നല്ല സ്കൂളുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സഭ അതിലേക്ക് കടന്നു ചെല്ലുകയും അതിൽ അങ്ങനെ ഒരു പങ്കാളിത്തം വേണമോ വേണ്ടയോ എന്ന് പുനർചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പൊ നമ്മളിത് പലതും ചിന്തിക്കുന്നത് നാട്ടിലെ മാതിരി അത് തന്നെയല്ല, നാട്ടില് പലപ്പോഴും നമ്മുടെ സ്കൂളുകളൊക്കെ ഒരു വരുമാന സ്രോതസ്സും കൂടാ. അപ്പം അങ്ങനെയുള്ള ഒരു ആവശ്യം ഇവിടെ ഇല്ല. എന്നാൽ നമുക്ക് മറ്റു ചില രീതിയിൽ ഇതേ കാര്യത്തിനെ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്നലെ ആണേലും ഒരു ചെറിയ ഗ്രൂപ്പിൽ ഞങ്ങൾ സെമിനാരിയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഒന്നാമത് ഒരു സെമിനാരി തുടങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പോഴും പല കാര്യത്തിലും സാമ്പത്തികമായിട്ടും ഒക്കെ വളരുന്നുണ്ടെങ്കിലും ഒരു സെമിനാരി ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തണമെങ്കിലുള്ള സാമ്പത്തിക ഭാരം. പക്ഷെ അതിന് പകരം ഇവിടുത്തെ മറ്റ് ഓർത്തഡോക്സ് സെമിനാരികളുമായിട്ട് സഹകരിച്ച്, ഇപ്പം വ്ളാഡിമിറിലോ സെയിന്റ് ഇക്കോൺസിലൊക്കെയാണ് ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇപ്പൊ തന്നെ അവിടെ നമ്മുടെ അധ്യാപകരെയും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നീഡ് ബേസ്ഡ് ആയിട്ട് വികസിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി റിസോഴ്സസ് കണ്ടെത്തിയാൽ ഇവിടുത്തെ ഒരു പ്രധാന യൂണിവേഴ്സിറ്റിയിൽ നമ്മുടേതായ ചെയറുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇൻസ്റ്റെഡ് ഓഫ് റീഇൻവെന്റിങ് ദ വീൽ നമുക്ക് എപ്പോഴും നല്ലത് നിലവിലുള്ള വ്യവസ്ഥയിൽ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച കാര്യം, നമുക്കൊരു സെൻറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പം അതിൻ്റെ ഡെവലപ്മെന്റ് നടക്കുകയാണ്. പല തിരുമേനിക്ക് ആശയങ്ങൾ ആ കാര്യത്തിലുണ്ട്. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്തു അതെങ്ങനെ നമ്മുടെ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ സഭ മക്കൾക്ക് അത് ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റും? അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ 6-7 കോൺഫറൻസ് അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷം കണക്ക് കൂട്ടിയാൽ നമ്മുടെ 800 ചെറുപ്പക്കാരെങ്കിലും അവിടെ ഒരു വർഷം ഓരോ കാര്യത്തിന് വരുന്നുണ്ട്. അതുണ്ടായത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മുടെ ഈ കോൺഫറൻസ് ഒഴിച്ച്, കാരണം ഇതിന്റെ നേച്ചർ വേറെ, സൈസ് വേറെ, അതുകൊണ്ടാണ് ഈ കോൺഫറൻസ് ഒഴിച്ച് ബാക്കി നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിലവിലെ വ്യവസ്ഥയിൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ളത് വളരെ ഒരു സാമ്പത്തികമാണ്. ഇപ്പൊ നമുക്ക് അവിടെ ഒരു 200 പേരെ ലക്ഷൂറിയസ് അല്ല, ഒരു ബേസിക് ഫെസിലിറ്റീസിൽ നിർത്തി ഒരു ക്യാമ്പ്
അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടത്താം. അപ്പൊ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഒക്കെ മാതിരിയുള്ള ഒരു ലക്ഷറി ഫെസിലിറ്റിയിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ക്യാപിറ്റൽ എക്സ്പെൻസ് ഒരു വശത്ത് അതിഭീമമായ ഒന്ന് വേണം. പിന്നെ ഇതിന്റെ റണ്ണിങ് കോസ്റ്റും പ്രൊപ്പോർഷണലി കൂടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഈ പലപ്പോഴും പിന്നെ നമ്മൾ ഇതിന്റെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും ഈ നമുക്ക് ചില പ്രത്യേക സങ്കല്പത്തിലാണ് നമ്മൾ ഈ പുരോഗമനത്തിനെയൊക്കെ വിലയിരുത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കണം. ഇപ്പൊ അന്ന് നമ്മളിത് മേടിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു 100 പേർക്കെങ്കിലും ഏതാനും ദിവസം താമസിച്ച് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആയിരുന്നു. ഇപ്പൊ 200 പേർക്ക് താമസിക്കാം, അതിന് മറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഡെവലപ്മെന്റ് സെന്റർ കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ഒരു ഇത്. അപ്പൊ ഇതിനകത്തൊരു ഇപ്പം നമ്മൾ അതിന്റെ ഒരു $3 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് സാമ്പത്തിക കണക്കിൽ മാത്രമല്ല റിട്ടേൺ. ഇനി അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുടനെ അതിനനുസരിച്ച് അതുകൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ഇപ്പോഴത്തെ അവിടെ നമുക്കുള്ള ഒരു ചാലഞ്ച് അത് ആധുനിക കാലഘട്ടത്തിന്റെ അത് 50കളിൽ പണിത ഒരു കെട്ടിടം. അപ്പൊ അവിടെ അന്നത്തെ കാലത്ത് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അതേസമയം ബാത്ത് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ഉണ്ടാകുന്ന കോസ്റ്റ്, അതിനുണ്ടാകാവുന്ന ഒരു കോസ്റ്റ് റിട്ടേൺ ഇവാലുവേഷൻ ഒക്കെ നടത്തി ഇനിയും വേണം അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ. ഇതിനകത്ത് നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കിപ്പോൾ അതിനുള്ള ഒരു പ്രോജക്റ്റ് വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന ഇവിടെയും ഇപ്പം തൊഴിൽ ക്ഷാമം, തൊഴിൽ രഹിതർ ഉണ്ടാവുന്നു. ഇപ്പം പലരും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പലർക്കും അവർക്ക് പെട്ടെന്നൊരു തൊഴിൽ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇതിലേക്ക് പോകാനോ ഒക്കെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു. അപ്പം അവരെ ഒന്ന് നിർത്താനും അപ്പം അതിനൊക്കെയുള്ള ഒരു സംവിധാനം നമ്മുടെ സഭയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ആസ് ഇറ്റ് ഈസ് ഒന്ന് നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ അമേരിക്ക ഈ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ വിശാലമായ ഒരു ലോകമായത്. കാരണം ഇപ്പം ഇന്ത്യയുടെ ഒരു 4 ഇരട്ടി വലുപ്പം. അപ്പൊ അതിനകത്ത് നമ്മൾ തന്നെ വളരെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു ഇതാണ്. മറ്റൊന്ന്, ഇവിടെ സത്യത്തില് ഈ വരുന്നവർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. ഈ ഔദ്യോഗികമായിട്ട് ഇതിനെ മുകളിൽ MOS സീലടിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പം നമ്മുടെ സഭകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം എനിക്കറിയാം ഇവിടെ പലരും ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ജോലി ഇല്ലെന്ന് പറയുന്നുണ്ട്. വീൽ പുട്ടിനെ വേണം, അത് റെക്കമെൻഡേഷൻ അല്ല. അവരുടെ ജോലി നഷ്ടപ്പെട്ടു ആ ഒരു നെറ്റ്വർക്കിൽ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ചിന്താഗതിയിൽ ഈ സഭ ഒരു സോഷ്യൽ സർവീസ് സംഘടനയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. അതൊരു മിഥ്യാധാരണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചില സോഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വീട് വെച്ച് കൊടുക്കുക, ഇപ്പൊ സഭയുടെ ജോലിയാണോ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നാൽ ഇപ്പൊ ഇവിടെ ആണെ പോലും ചില സമയത്ത് നമ്മുടെ ചില ആളുകൾക്ക് പെട്ടെന്നൊരു സാമ്പത്തിക ക്രൈസിസ് വരും. ചിലപ്പം നാട്ടിൽ നിന്ന് വന്ന പുതുതായിട്ട് ഒരാൾക്ക് ഇൻഷുറൻസ് കവറേജും ഒക്കെ ഇല്ലാതെ ചിലപ്പോൾ ചികിത്സ, ഈവൻ മരണ സാഹചര്യത്തിൽ അവർക്ക് ഫ്യൂണറൽ അസിസ്റ്റൻസ് കൊടുക്കേണ്ടി വന്നു. ഇത് നമ്മുടെ ഇടവകൾ തന്നെ ചെയ്തോളും. കാരണം നമ്മൾ ഈ നാട്ടിലെ മാതിരി ഉടനെ അത് കൽപ്പന അയച്ചു ബാബാ തൊട്ടെല്ലാവരും അതിന്റെ പുറകെ നടക്കുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ അതിനെ കാണുന്ന സത്യത്തിൽ നമ്മുടെ സക്സസ് അതാ. ഇപ്പൊ ഞാന് മെത്രാപ്പോലീത്ത എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരാൾക്ക് മരണം ഉണ്ടായി അവന് പിരിവെടുത്ത് നടക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇടവകയിൽ ഒരു മരണം നടന്ന് അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ ആ ഇടവക അതിന്റെ കാര്യങ്ങൾ ചെയ്തോളും. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സക്സസ് അതാ. ആ താഴെ തട്ടിൽ അതിനോടുള്ള പ്രതികരണം ഉണ്ടായിക്കോളും. ഇപ്പൊ അല്ലാതെ എപ്പോഴും മോളിൽ നിന്ന് ബാബയുടെ കൽപ്പന, മെത്രാച്ചന്റെ കൽപ്പന, ഇനി ബാബ തൊട്ട് അതിന്റെ പുറകെ പിരിവിന് പോവുക, എന്നിട്ട് അതൊരു ചെക്ക് കൊണ്ട് ഇവന്റെ ഫ്യൂണറൽ അസിസ്റ്റൻസ് ഞങ്ങൾ കൊടുത്തു എന്നും പറഞ്ഞ് അതിന്റെ പടം എടുത്ത് മനോരമയിലും നമ്മുടെ നിങ്ങളുടെ ടിവിയിലും ഒക്കെ ഇട്ട് അതിനെക്കുറിച്ച് 4 ലൈക്ക് മേടിക്കുക എന്നുള്ളതിലുപരി ഈ സഭയുടെ പ്രവർത്തനം അത് ലൈക്ക് ചെയ്തതിനൊക്കെ അപ്പുറമായിട്ട് ന്യൂസ് വാല്യൂവിനപ്പുറത്ത് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള
ഒരു ബോധ്യം എനിക്കുണ്ട്. ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് പറയേണ്ട. ഈവൻ നമ്മുടെ പള്ളിയിൽ ഒരാൾക്കൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അനൗൺസ് ചെയ്യത്തുപോലും ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിനൊരു മാനസിക വിഷമം ഉണ്ടാകരുത്. അപ്പൊ അച്ഛൻ വന്നിപ്പോ കമ്മിറ്റിയിൽ അച്ഛൻ പറയാം, ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ആ ട്രസ്റ്റി ചെക്ക് എഴുതേണ്ടിയോണ്ട് അറിയും. ഇപ്പൊ കമ്മിറ്റിക്കാർ പോലും ഇവിടുത്തെ ഒരു സിസ്റ്റത്തില് അത് അച്ഛൻ കണ്ടറിഞ്ഞങ്ങ് ചെയ്തോ. എനിക്കറിയാം, ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞു, ചില വീടുകളിൽ ചെല്ലുന്നുണ്ടെ ഗ്രോസറി മേടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട് കാണുന്നുണ്ട്. അപ്പൊ അച്ഛൻ അത് കമ്മിറ്റി ഷെയർ ചെയ്തോണ്ടേ അവര് ഒരു ഡിസ്ക്രിപ്ഷണറി ഫണ്ട് ആ പള്ളിയിൽ അങ്ങ് വെച്ചു. അച്ഛന് വേണ്ടിയപ്പം മേടിച്ചു കൊണ്ട് കൊടുത്തു. അത് ആർക്കാ എന്നാന്നൊന്നും ഞങ്ങളോട് പറയണ്ട. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള നെറ്റ്വർക്ക്സ് ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുടിയേറ്റം ഇവിടെ ക്രമാതീതമായി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുതിയ കോൺഗ്രിഗേഷനുകളോ അല്ലെങ്കിൽ പുതിയ പള്ളികളോ ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഈ നോർത്ത് ഈസ്റ്റില് സത്യത്തില് കുറവാണ്. കാരണം ഈ പുതിയ കുടിയേറ്റം നോർത്ത് ഈസ്റ്റിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇനിയിപ്പം കുടിയേറ്റം ഒന്നാമത് അമേരിക്കയിൽ ഇപ്പോഴത്തെ കുടിയേറ്റം ഇച്ചിരി ഈ പുതിയ ഗവൺമെന്റ് പോളിസിയൊക്കെ വെച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു പഴയ കുടിയേറ്റ കേന്ദ്രമാണ്. ഇപ്പൊ അതിനകത്ത് നമ്മുടെ നാട്ടിലെ പോലും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം തിരുവല്ല പഴയ കേന്ദ്രമാണെങ്കിൽ പത്തനംതിട്ട ഒരു കുടിയേറ്റ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് നമ്മളാരും പത്തനംതിട്ട കുടിയേറ്റ കേന്ദ്രമായിട്ട് പറയുകയില്ല. അത് കോന്നിയെ പോലും കുറച്ചുകൂടെ കിഴക്കോട്ടും അല്ലെ മലബാർ പോലും ഇന്നിപ്പം കൽപ്പറ്റ ചെന്നാരും പറയുകയല്ല ഇതൊരു കുടിയേറ്റ കേന്ദ്രമാണ്. അതേസമയം എന്ന് പറയുന്നവരെയാ ന്യൂയോർക്കും ഫിലഡൽഫിയ ഒക്കെ. ഇപ്പൊ പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും വരുന്നതിനോ സൗത്ത് വെസ്റ്റ് ഡയോസിന്റെ ഭൂമിശാസ്ത്രപരമായിട്ട് ആ ഏരിയയിൽ അപ്പൊ അവിടെ വരുന്നുമുണ്ട്. കൊച്ചു കൊച്ചു പള്ളികളും ഒക്കെ പലതും വരുന്നുണ്ട്. അപ്പം അവിടെ സത്യത്തിൽ അതങ്ങനൊരു വെല്ലുവിളി ഉണ്ട്. അത് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോർത്ത് ഈസ്റ്റിനേക്കാളിലും വളരെ വലിയൊരു ഭൂപ്രദേശവുമാണ്. അപ്പൊ ആ വെല്ലുവിളി അവിടുത്തെ ഭദ്രാസനത്തിനുണ്ട് താനും. തിരുമേനി നമ്മുടെ റൂൾ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ നിങ്ങൾ ഇതിനകം കൂടി എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടാക്കി അത് സഭാ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. അത് നമുക്ക് അത് വരുന്നതിന് മുമ്പ് നമുക്കത് പറയാൻ പറ്റുന്നെങ്കിൽ. അല്ല, അത് ഇനിയിപ്പോൾ അത് രഹസ്യ സ്വഭാവം അതിൻ്റെ കഴിഞ്ഞു. കാരണം അത് മാനേജിങ് കമ്മിറ്റി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ഓപ്പൺ ഡോക്യുമെന്റ് ആയി. അപ്പൊ ഞങ്ങൾ കോൺഫിഡൻഷ്യൽ, അതിലൊരു തമാശ ഉണ്ടായിരുന്നു, ഞങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് വാട്ടർമാർക്ക് വരെ ഇട്ട് കൊടുത്ത ഒരു ഡോക്യുമെന്റ് ആരാണ്ട് മിടുക്കന്മാരെ ഡിജിറ്റലി അതിന്റെ വാട്ടർമാർക്കൊക്കെ കളഞ്ഞ് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആളുകളുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ്. കാരണം ഞങ്ങളത് കൊടുത്ത ആളുകൾക്ക് അത് അതിന്റെ പ്രൈവസി സൂക്ഷിക്കണമെന്ന് തോന്നിയില്ല. അല്ല, അടിസ്ഥാനപരമായിട്ടൊരു സീരിയസ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയുടെ തനി സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇത്, എന്നാൽ പ്രായോഗിക തലത്തിൽ ചില റിവിഷൻസ്, സീരിയസ് റിവിഷൻസ് അതിനകത്ത് ഒരെണ്ണം വളരെ സീരിയസ് ആയിട്ട് യുനാനിമസ്ലി പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്, ഈ നമ്മൾ ഈ സ്ത്രീകൾക്ക് പൊതുയോഗത്തിൽ വോട്ട് കൊടുത്തെങ്കിലും അത് അവിടെ അങ്ങ് നിർത്തി ഇടവതലത്തിൽ. അത് സഭ അക്രോസ് ദ ഓൾ ലെവൽസ് സഭയിൽ അവർക്കുള്ള പ്രാതിനിധ്യ റിസർവേഷൻ അല്ല, എലിജിബിലിറ്റി ഉറപ്പുവരും. വർക്കിംഗ് കമ്മിറ്റി വരെ വർക്കിംഗ് കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്നതാണ്. സത്യത്തിൽ നിയമപ്രകാരം ഇപ്പോഴും വേണേലും വർക്കിംഗ് കമ്മിറ്റി ഉള്ളത് നോമിനേറ്റഡ് സീറ്റ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മാനേജിങ് കമ്മിറ്റി, അതായത് എലക്റ്റഡ് സീറ്റുകളിലെല്ലാം തന്നെ അവർക്ക് അത് അതിന്റെ എലിജിബിലിറ്റി ഉറപ്പുവരും. റിസർവേഷൻ ഒന്നുമല്ല. ഇപ്പം ഒരു ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൽ മാനേജിങ് കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ മലങ്കര അസോസിയേഷനിലേക്ക് ഒരു സ്ത്രീക്ക് മത്സരിക്കണമെങ്കിൽ മത്സരിക്കാം. ഇഫ് ഷീ ഈസ് എലക്റ്റഡ്, ഷീ ഈസ് എലിജിബിൾ ടു ബിക്കം അച്ചീവ് എനി ലെവൽ ഓഫ് പൊസിഷൻ ഇൻ ദ എലക്റ്റഡ് പൊസിഷൻസ് ഇൻ ദ ചർച്ച്. അപ്പൊ അതാണ് അതിനകത്തൊരു അടിസ്ഥാനപരമായ ഒരു ഇത് വന്നിരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ പല റിവിഷൻസും കൊണ്ടും കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ വരും. ചിലപ്പം
ഈ വോട്ടിംഗ് റൈറ്റ് സംബന്ധിച്ചും അതിന്റെ ഇതൊക്കെ അത്രേ ഉള്ളൂ. ഈ വൈദികരുടെ അച്ചടക്ക സമിതി അങ്ങനൊരു അത് ഭരണഘടനാപരമല്ല. അത് എനിക്ക് തോന്നുന്ന മലങ്കര മെത്രാപ്പോലീത്ത അല്ലെങ്കിൽ കാതോലിക്ക ബാവ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നേരത്തെ സിനഡ് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ വൈദികരുടെ അച്ചടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു മെത്രാപ്പോലീത്ത ചെയ്യേണ്ട ഒരു കാര്യമാണ് അടിസ്ഥാനപരമായിട്ട്. കാരണം ഇപ്പം ഈ നമ്മൾ ഏത് സമിതിയും ഏത് നിയമം ഉണ്ടാക്കിയാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലിരിക്കും ഇതിന്റെ വിജയം. ഇപ്പം പലപ്പോഴും നമ്മൾ പറയും നമുക്ക് അതിനൊരു നിയമം വേണം. ഉള്ള നിയമം പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ തമാശ പറയും, തമാശ അല്ല, ഇപ്പൊ നമ്മുടെ ഈ കക്ഷി വഴക്കിന്റെ കോണ്ടെക്സ്റ്റില് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പാത്രീസ് കക്ഷി അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന പള്ളികൾ വിട്ടുതരേണ്ടതാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും പുതിയ നിയമം കൊണ്ടുവരണം. അപ്പൊ ഞാനൊരിക്കൽ ചോദിക്കാം, ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലംഘിക്കാൻ ഒരു നിയമം കൂടെ വേണമെന്നാണോ എന്ന് പറയുന്നവര് ഞാൻ ഇപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് എന്ത് നിയമം വേണേലും ഉണ്ടാക്കാം, സമിതികൾ ഉണ്ടാക്കാം. ഈ സമിതികള് നന്നായി പ്രവർത്തിക്കുന്നു എന്നെങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തും? ഇപ്പം കേരളത്തിൽ നിയമം ഇല്ലാഞ്ഞിട്ടാണോ അഴിമതി നടക്കുന്നത്? കേരളത്തിൽ നല്ല എവിടെയും നിയമം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ അഴിമതി നടക്കുന്നത്.